നമുക്ക് തിരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരാം. കേരളത്തിലെ പാലക്കാടിലേക്ക് വരുന്നതിന് മുൻപ് മറ്റ് മഹാരാഷ്ട്രയിലേക്ക് അവിടെയും വോട്ടെടുപ്പ് മന്ദഗതിയിൽ എന്നതാണ്. 11 മണി വരെ രേഖപ്പെടുത്തിയത് 18.14% മാത്രം പോളിംഗ് ആണ്. സൗമ്യ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൗമ്യ, വളരെ മന്ദഗതിയിലാണ്, എന്താണ് സംഭവിക്കുന്നത് അവിടെ? തീർച്ചയായും ഇത് രണ്ട് വിഭാഗത്തിനും മഹായുതി പ്രധാന മത്സരം ഇവിടെ നടക്കുന്നത് മഹായുതിയും മഹാവികാസ് അഘാഡിയും തമ്മിലാണ്. ഇരു വിഭാഗങ്ങൾക്കും കുറച്ചൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. എന്തായാലും കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഒരുപക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ കൂടുതൽ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ. എന്തായാലും നമുക്കറിയാം മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനമാണ്, പ്രത്യേകിച്ചും മഹാവികാസ് അഘാഡിയും മഹായുതിയും. ഈ ഞാൻ നിൽക്കുന്ന മണ്ഡലം അന്തേരി ഈസ്റ്റ് മണ്ഡലമാണ്. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള ബച്ചൻ കുടുംബം അടക്കമുള്ളവർ വോട്ട് ചെയ്യാനെത്തുന്ന സെലിബ്രിറ്റികളൊക്കെ ഒരുപാട് വോട്ട് ചെയ്യാനെത്തുന്ന അന്തേരി ഈസ്റ്റ് മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ മണ്ഡലത്തിലടക്കം ശിവസേനയും തമ്മിലാണ് പോരാട്ടം. മഹാവികാസ് അഘാഡിയും മഹായുതിയും തമ്മിലുള്ള പോരാട്ടം എന്നതിനുപരി ഇവിടെ ശിവസേന ഷിൻഡെ വിഭാഗവും ശിവസേന താക്കറെ വിഭാഗവും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത, ഈ നിലവിലുള്ള ഒരു എം എൽ എ നേരിടുന്നത് ശിവസേന താക്കറെ വിഭാഗത്തിന്റെ ഒരു ശക്തിയായ പോരാളി എന്നതാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു പോരാട്ടം കാണാനാകുന്നുണ്ട്. പ്രത്യേകിച്ചും മഹാവികാസ് അഘാഡിയും മഹായുതിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് NCP അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും സംബന്ധിച്ച് ഇവരെ തമ്മിലുള്ള പോരാട്ടം ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. നമ്മൾ ആദിത്യ താക്കറയോട് സംസാരിക്കുമ്പോഴും നമ്മളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇവർ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് ആ അഭിമാനത്തിന്റെ, അവരുടെ ഒരു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൂടുതലും ഒരു അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയുള്ള ഒരു ആവേശം പ്രയാസപ്പെടുന്നുണ്ട്. മുംബൈയിലേക്ക് എത്തിയതാണ്. അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും ആത്യന്തികമായി നോക്കുകയാണെങ്കിൽ പോളിംഗ് ശതമാനം വളരെ കുറവാണ് ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന കണക്കുകൾ. പക്ഷേ ഇനി ജാർഖണ്ഡിലേക്ക് കൂടി നമുക്ക് റെഡിയായി ഞങ്ങൾ തിരിച്ചു വരാം കേട്ടോ. സൗമ്യ മുംബൈയിൽ തുടരുന്നുണ്ട്. സൗമ്യ പറഞ്ഞതുപോലെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട്.